2-3 ദിവസം കഴിഞ്ഞാൽ ബോഡിയിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അധികം വെളിയിലൊന്നും ഇറങ്ങണ്ട, മെഡിസിൻസ് ഉണ്ട്. സർജറി നമുക്ക് 2 വീക്സ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞും കണ്ടിന്യൂ ചെയ്യണം. റിലാക്സ്. സാറ കുറച്ച് സമയം ഒബ്സർവേഷനിലിരിക്കട്ടെ. സാറയുടെ കാര്യത്തിൽ എനിക്ക് ചില ഡൗട്ട്സ് ഉണ്ട്. ഇങ്ങനെ എടുക്കുന്ന ഇമ്പൾസീവ് ഡിസിഷൻസ് എപ്പോഴും ശരിയായിരിക്കണമെന്നില്ലല്ലോ. ഇനിയും മാറിയാലോചിക്കാൻ ടൈമുണ്ട്. I think you should talk to her. She's confused. Doctor, at the end of the day, it's her choice. All I can do is stand by it. Anyway, we'll meet again. ഞാൻ വിചാരിച്ചത് നീ ഇപ്പം തന്നെ ആണായിട്ട് വരുമെന്നാ. ഓൾറെഡി അങ്ങനെ തന്നെയല്ലേ. എന്നാ പിന്നെ മാറ്റണ്ടല്ലോ. ഫാർമസി പ്രതാവാ 2 വീക്സ് മെഡിസിൻ കഴിക്കണം. അതുവരെ റെസ്റ്റ് എടുക്കാനാ പറഞ്ഞേക്കുന്നത്. ചുമ്മാന്നേ, ഇതൊക്കെ പെമ്പിളയുടെ കാര്യത്തിലല്ലേ, നമ്മുടെ ആമ്പിളയുടെ ബോഡിയല്ലേ. നീ ഇതെന്ത് ഭാവിച്ചാ? നിനക്കൊരു ജോലിയൊക്കെ വേണ്ടേ? 1-2 ഇടത്തൊക്കെ കയറിയതാ, പക്ഷെ ഒട്ടും ഫോക്കസ് കിട്ടുന്നില്ല. അതൊക്കെ ശരിയാക്കാം. നീ കുറച്ചാൾ ഇവിടെ ഇല്ലേ? നീ വാ. ആശാനെ, ഞാൻ ഒന്ന് വരട്ടെ. പഠിച്ചിട്ടുണ്ടേ മാത്രം, അല്ലെങ്കിൽ മർമ്മം പിണി. പഠിച്ചിട്ടുണ്ടെന്നേ, നമ്മൾ എത്ര ഉണ്ടേക്കുന്നു. നീ എന്ത് കാണിച്ചോ? എടാ ഓപ്പോസിറ്റ് ആളുടെ സ്ട്രെങ്ത് തൂക്കിയിട്ടാണ് പയറ്റാനായിട്ട്. അതിനാൾ പഠിച്ചിട്ടോന്നല്ല പറഞ്ഞു. എൻ്റെ അടുത്ത് പറയാം. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോകണോ? എനിക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അവനെങ്ങാതെ എവിടെയെങ്കിലും ഇരിക്കേണ്ടേന്. എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോയേ? അവനേതാ? അവനാ ഫൗൾ വിളിച്ചത്. എന്ത് കുന്താണേലും ഡോക്ടർ 2 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലേ. ഒന്നുകൂടി ചിരിക്കടോ. വേനിച്ചോ? ഇല്ല. ഇപ്പോഴോ?